ജോൺസടാ, ഞാൻ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു വിഷയമാണ് അത്ഭുത രോഗശാന്തി. അതായത് പലരുടെയും രോഗങ്ങള് അത്ഭുതകരമായി മാറുന്നു. ഈ മെഡിക്കൽ സയൻസ് അടക്കം ഇത്ര അധികം വികസിച്ചിട്ടും പലരും ഈ മഠങ്ങള് അല്ലെങ്കിൽ പല ദിവ്യന്മാര്, അങ്ങനെ ധ്യാന കേന്ദ്രങ്ങള്, അങ്ങനെ പല സ്ഥലങ്ങളിലും ആശ്രയിച്ച് രോഗം ശാന്തിയായി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്താണ് ഇതിന്റെ മനഃശാസ്ത്രപരമായി എന്താണ് ഇതിന്റെ ശരിക്കുള്ള കാര്യം? സത്യത്തിലെ ഒരു വ്യക്തിയുടെ ചിന്തയാണ് ഏറ്റവും വലിയ ശക്തി. ഈ ചിന്ത ഇങ്ങോട്ട് പോകുന്ന അവിടെ നമ്മളുടെ ശക്തി പോകുന്നു. അപ്പോൾ മനുഷ്യരുടെ ചിന്ത അത് നല്ലതായിട്ടും പൊട്ടയായിട്ടും വരാം. നമുക്കൊരാളോട് സ്നേഹം വരുമ്പോൾ നമ്മൾ അവരുടെ നന്മ ആഗ്രഹിക്കുന്നു. നമുക്കൊരാളോട് ദേഷ്യം വരികയാണെങ്കിൽ നമ്മൾ അവരുടെ നാശം നമ്മൾ അവർ നശിപ്പായിരിക്കും ആഗ്രഹിക്കും. ഒരാളോട് അസൂയ ഉണ്ടാവുക, വെറുപ്പുണ്ടാവുക, വിദ്വേഷം ഉണ്ടാവുക, നമ്മൾ ഒരു വ്യക്തിയുടെ നാശം നമ്മൾ ആഗ്രഹിക്കുകയാണ്. അപ്പം നമ്മൾ നോർമലി ഞാനൊരു ദൈവവിശ്വാസി ആയതുകൊണ്ട് എൻ്റെ വിശ്വാസപ്രകാരം പറയുകയാണെങ്കിൽ നമ്മൾ ദൈവം നമ്മളുടെ പിതാവാണെന്ന്, മക്കളുടെ താല്പര്യം സംരക്ഷിക്കണം പിതാവിൻ്റെ കടമയാണ്. അപ്പം നമ്മുടെ ആഗ്രഹങ്ങൾ മുഴുവൻ സാധിച്ചു തന്നെ പിതാവിൻ്റെ കടമയാണ്, ദൈവത്തിൻ്റെ കടമയാണ്. അപ്പം നമ്മുടെ ഉള്ളിൽ പലതരത്തിലുള്ള വികാരങ്ങൾ, വൈരാഗ്യം, വെറുപ്പ്, നിരാശകൾ, ഇങ്ങനെ പലതരത്തിലുള്ള വികാരങ്ങൾ നിൽക്കുന്ന അവസ്ഥയിൽ പല മാനസിക സംഘർഷങ്ങളൊക്കെ വരും. നമ്മൾ ഈ 99% തന്നെ പറയാം അസുഖങ്ങളുടെ മെയിൻ കാരണം മാനസിക സമ്മർദ്ദങ്ങൾ, മാനസികമായിട്ടുള്ള വിഷയങ്ങളാണ്. ഒരു ഭൂരിഭാഗം രോഗങ്ങൾ നോക്കിയാൽ മാനസികമായി ബന്ധപ്പെട്ടെന്ന് കറക്റ്റ് നോക്കിയാൽ അങ്ങനെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതല്ലാത്ത രോഗം, ഇപ്പം നമ്മൾ ഷുഗർ എന്ന് പറഞ്ഞ രോഗം, അതുപോലെ അങ്ങനെ വളരെ മൂലക്കുരു, അങ്ങനെ കുറച്ച് വെരിക്കോസ്, ഇതല്ലാതെ ഭൂരിപക്ഷം രോഗങ്ങളും മനസ്സായിട്ട് ബന്ധപ്പെടുന്ന തരത്തിലുള്ള ഇതുകളാണ്. അപ്പൊ ഈ മനസ്സായിട്ട് ബന്ധപ്പെടുന്ന രോഗങ്ങൾ നമ്മൾ ഏതെങ്കിലും ഒരു ദിവ്യന്റെ അടുത്ത് ചെന്നു, അല്ലെങ്കിൽ നമ്മൾ ധ്യാന കേന്ദ്രങ്ങളിൽ ചെന്നു, മഠങ്ങളിൽ ചെന്നു, അവിടേക്ക് ചെല്ലുമ്പോൾ അവരുമായി സംസാരിക്കുന്നു, ഈ ധ്യാനങ്ങൾ കേൾക്കുന്നു. അപ്പോൾ പുതിയ പുതിയ അറിവുകൾ വരിക, ഇവരുടെ ചിന്തയിൽ മാറ്റം സംഭവിക്കുകയും ചെയ്യുന്നു. കാരണം ഇവരുടെ ഉള്ളിലുണ്ടായിരുന്ന വൈരാഗ്യം, വെറുപ്പ്, വിദ്വേഷം, അസൂയ, ഈ അപകർഷബോധം, ഇത്തരം വികാരങ്ങൾ കംപ്ലീറ്റ് മാറ്റം വന്ന് അവരുടെ ഉള്ളിലേക്ക് പുതിയൊരു അറിവ് വരുന്നു, പുതിയൊരു പ്രകാശം വരുന്നു. ആ ഒരു ചേഞ്ച് വരുമ്പോൾ അവരുടെ മുഴുവൻ ചിന്താ മണ്ഡലങ്ങളെ മാറ്റി ഇറക്കിവിടാം. അപ്പം നമ്മുടെ അവിടെ തന്നെ വരുന്ന പല ആളുകളും വരുന്നുണ്ടല്ലോ. ആ വരുന്ന ആളുകൾ പലതരം പ്രശ്നങ്ങളായിട്ട് വരുന്നതായിരിക്കും. പക്ഷെ നമ്മൾ അവരുടെ അടുത്ത് നമ്മുടേതായിട്ടുള്ള ഒരു ഐഡിയയിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയുമ്പോൾ അവരുടെ ചിന്താ മണ്ഡലങ്ങൾ മാറ്റിമറിക്കപ്പെടാം. ഈ മാറ്റിമറിക്കപ്പെടുമ്പോൾ അവരുടെ ഉള്ളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുവരെ ഉണ്ടായിരുന്ന ആ ഒരു ചിന്തകളെ മുഴുവനും തുടച്ച് നീക്കപ്പെടുകയാണ് സംഭവിക്കുന്നത്. അപ്പം ധ്യാന കേന്ദ്രത്തിലൊക്കെ ഒരാൾ ചെന്ന് ആദ്യത്തെ ദിവസങ്ങളിൽ പാട്ട് പരിപാടികൾ, കയ്യടി, പ്രാർത്ഥനകൾ, പരിപാടികൾ, സംഗീതം, അങ്ങനെ ഒരു 6-7 ദിവസം കഴിയുമ്പോൾ അവർ വർത്തമാന കാലഘട്ടത്തിലുണ്ടെന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും അവർ വിസ്മരിച്ച് പോവാന്ന്, മറ്റൊരു ലോകത്തിലേക്ക് അവർ പോവാന്ന്. ഇപ്പം നമ്മളൊരു നല്ലൊരു സിനിമ കണ്ട് ഭയങ്കര ഹാപ്പി സിനിമ കാണുന്നത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് വേറൊരു മൂഡിലേക്ക് എത്തില്ലേ. ഗാനമേള കാണാൻ പോകുന്നു, ബേൻഡ് സെറ്റ് കാണാൻ പോകുന്നു എന്ന് പറഞ്ഞ പോലെ ഇത്തരം സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ നിലവിലുള്ള സിസ്റ്റത്തെ അപ്പാടി തകിടം മറിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് മനസ്സുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അസുഖങ്ങളാണ് മാറ്റം സംഭവിക്കുന്നത്. നേരെ മറിച്ച് നമ്മളൊരു ഷുഗർ ഉള്ള ആളുടെ ഷുഗർ മാറിയെന്നോ, അല്ലെങ്കിൽ മൂലക്കുരു, അല്ലെങ്കിൽ ഫിസ്റ്റുല, അല്ലെങ്കിൽ ഇത്തരം അസുഖം മാറിയെന്നോ, അല്ലെങ്കിൽ വെരിക്കോസ് വെയിനുള്ള ആളുടെ വെരിക്കോസ് എന്ന രീതിയിലുള്ള ഒരു ഇത് നമ്മൾ കാണില്ല. മനസ്സായിട്ട് ബന്ധപ്പെടുന്ന മറ്റ് അസുഖങ്ങൾ ഭൂരിപക്ഷം നമ്മൾ നോക്കിയാൽ മനസ്സായിട്ട് ബന്ധപ്പെടുന്നതാണ്. ഇപ്പം ഞാൻ തന്നെ നമുക്കറിയാം പല അസുഖങ്ങൾ വരുമ്പോൾ പറയല്ലേ അത് അസുഖമല്ല മനസ്സിൻ്റെ എന്ന് നമ്മൾ പറയണം. കാരണം അവർക്ക് അസുഖം ഉണ്ടെന്നൊരു തോന്നലുകളായിരിക്കുന്നു പല അസുഖങ്ങളും. പല വിഷയങ്ങളും അങ്ങനെ മനസ്സിൻ്റെ ഒരു തോന്നലുകളായിരിക്കും. നമ്മുടെ ഉള്ളിലെ ഒരു ധൈര്യം വരികയാണ്, ഒരു ഭയപ്പാട് മാറുന്നു. ഈ അവസരം വരുന്നതിന് പല അസുഖങ്ങളും മാറുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ എൻ്റെ അറിവിൽ, അനുഭവത്തിൽ ഒരു 99% അത്ഭുത രോഗശാന്തികൾ ആ വ്യക്തിയുടെ മനസ്സിലെ വരുന്നൊരു ചേഞ്ചസും. കാരണം ഒരു പോസിറ്റീവ് എനർജി, നമ്മൾ ഈ ഓരോ ദിവ്യന്മാരുടെ അടുത്ത് ധ്യാന കേന്ദ്രങ്ങളിൽ ഒക്കെ ചെല്ലുമ്പോൾ അവരുടെ മനസ്സിലുള്ള അജ്ഞത നീങ്ങുകയും പുതിയ പുതിയ അറിവ് വരികയും അവരുടെ എല്ലാ ഭാരങ്ങളും ലോഡുകളൊക്കെ ഒന്നില്ലെങ്കിൽ ദൈവത്തിലേക്ക് സമർപ്പിക്കുന്നു. അവരുടെ എന്താ പറയുക നിലവിലുള്ള എന്താ പറയുക അപ്പോൾ വിഷമങ്ങൾ മുഴുവനും ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച് പൂർണ്ണമായിട്ട് അവരുടെ മനസ്സിനെ ഒരു ശാന്തതയും സമാധാനം വരുന്നതോടുകൂടി പല മനസ്സുമായി ബന്ധപ്പെടുന്ന പല രോഗങ്ങളും മാറിപ്പോകുന്നു എന്നാണ് എനിക്ക് മനസ്സിലായുള്ളത്. കാരണം നമ്മൾ സന്തോഷകരമായ സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യുന്നു. നേരെ മറിച്ച് നെഗറ്റീവായിട്ട് ദുഃഖങ്ങൾ, കഷ്ടങ്ങൾ, ദുരിതങ്ങൾ
ഇത്തരം വിഷയങ്ങളിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ മനസ്സാകെ ഡെസ്പായിട്ട് പോകും. അപ്പം നമ്മുടെ മനസ്സിൻ്റെ പ്രവർത്തനത്തിൻ്റെ എഫക്റ്റ് കൊണ്ട് തന്നെയാണ് എന്നാണ് എൻ്റെ ഇത്രയും കാലത്തെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കാരണം നമ്മുടെ കടയിൽ തന്നെ വരുന്ന പല ആളുകളും എന്തൊക്കെ തരത്തിലുള്ള പ്രശ്നം വരുന്ന, ഏത് തരത്തിൽ പ്രശ്നം വരുന്ന ആളാണെങ്കിലും നമ്മൾ അവരായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ നമുക്ക് തന്നെ സാധിക്കുന്നുണ്ടെന്ന്. അപ്പം അതിൻ്റെ പിന്നിലുള്ള ഇതിൻ്റെ തിയറി ഇന്നതാണെന്ന് നമുക്കറിയാം. അവരുടെ ദോഷങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ തീർത്ത് കൊടുക്കുകയാണെന്ന്. അതേപോലെ ഈ ധ്യാന കേന്ദ്രങ്ങളിൽ ദിവ്യന്മാരുടെ അടുത്ത് അല്ലെങ്കിൽ ഈ എന്താ പറയുക, ഈ മനഃശാസ്ത്രജ്ഞന്മാരുടെ അടുത്ത് ഒക്കെ ചെല്ലുമ്പോൾ ഇങ്ങനെ സംഭവിക്കുമ്പോൾ അവരുടെ രോഗം മാറിയതായി അവർക്ക് ഫീൽ ചെയ്യുന്നു, മാറുന്നു. ഇതാണ് സദ്യ സമയം എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇതാണ്. ഇതിന് എന്തെങ്കിലും സംശയമാണോ ചോദിക്കാൻ? ഇപ്പൊ നമ്മൾ ഈ സിദ്ധന്മാരുടെ ഇങ്ങനെ ധ്യാന കേന്ദ്രങ്ങളുടെ കാര്യം പറഞ്ഞു. ഇത്തരത്തില് ദൈവത്തിന്റെ ഒരു സാന്നിധ്യം, അതായത് നമ്മളിപ്പോ പലപ്പോഴും അമ്പലങ്ങളിലായാലും പള്ളികളിലായാലും ഗുരുവായൂരായാലും ഇപ്പൊ ശബരിമല, വേളാങ്കണ്ണി, അങ്ങനെ പലരും പല സ്ഥലങ്ങളിൽ പല അമ്പലങ്ങളിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ ഇത്തരത്തില് പല നേർച്ചകളും നേരും, അല്ലെങ്കിൽ അപ്പോ ദൈവം രക്ഷിച്ചു, ദൈവം സുഖപ്പെടുത്തി, അത്തരത്തിലുള്ള കാര്യങ്ങളും കേൾക്കാറുണ്ട്. ഇതിലെന്താണ് ദൈവത്തിന്റെ ഒരു സാന്നിധ്യം എങ്ങനെയാണ്? ഇപ്പോ നമ്മള് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, ദൈവം എന്റെ വിശ്വാസപ്രകാരം ദൈവം നമ്മുടെ പിതാവാണെന്ന് പറഞ്ഞല്ലോ. അപ്പോ നമുക്കൊരാളോട് സ്നേഹം വരികയാണെങ്കിൽ നമ്മൾ അവരെ നന്മ ആഗ്രഹിക്കുന്നു പറഞ്ഞു. അപ്പൊ നമ്മള് വളരെയധികം ആളുകൾക്ക് നമ്മളോട് സ്നേഹം വരികയാണെങ്കിൽ എന്ത് സംഭവിക്കും? അത്രയും ആളുകളുടെ പ്രാർത്ഥന, പ്രയർ നമുക്ക് അനുകൂലമായിട്ട് മാറും. ഇപ്പൊ നമ്മള് ഏതെങ്കിലും ഒരു എന്താ പറയാ അമ്പലങ്ങളിൽ, പള്ളികളിൽ, കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ ശബരിമല പോകുന്നു. അപ്പൊ നമ്മൾ ഒരു മാസം വ്രതം എടുത്ത് ആ വ്യക്തി അയാളുടെ മനസ്സ് എല്ലാ മാലിന്യങ്ങളും കളഞ്ഞുകൊണ്ട് പൂർണ്ണമായിട്ട് അയാളുടെ ചിന്ത മുഴുവനും അയാൾക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ്. അയാളുടെ മനസ്സിന് നന്മയ്ക്ക് ഇതിനു വേണ്ടി ആഗ്രഹിച്ചു പോകുന്നു. അതൊരു ആഗ്രഹമാണെന്ന്, അയാളുടെ പ്രാർത്ഥനയാണ്. ഇതേപോലെ തന്നെ അപ്പൊ കോടാനുകോടി ആളുകളുടെ പ്രാർത്ഥനകൾ, ആഗ്രഹങ്ങൾ ഒരു പ്രത്യേക നേർരേഖയിലേക്ക് വരികയാണ്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിലേക്ക് എന്ത് വരുന്നു? ഇത്രയധികം ഒരു ശക്തി. കാരണം നമ്മൾ നന്മ ആഗ്രഹിക്കുന്ന ആളുകളുടെ ഒരു ശക്തി, കൂട്ടായ ഒരു ശക്തി, കൂട്ടായ ഒരു പ്രാർത്ഥന. ഒരു ധ്യാന കേന്ദ്രത്തിൽ 10,000-ഓളം ആളുകൾ വരുന്നു. ഈ 10,000-ഓളം ആളുകൾ ഒരേ നേർരേഖയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ ഇപ്പം ധ്യാന ഗുരു ഉണ്ടായിരിക്കുന്നു. അദ്ദേഹം എന്ത് പ്രാർത്ഥിക്കുന്നു? ഇത്ര ആളുകൾക്ക് സൗഖ്യം കിട്ടണേ, നന്മ കിട്ടണമേ, അല്ലെങ്കിൽ അവർക്ക് പ്രശ്നങ്ങൾ മാറണമെന്നായിരിക്കുമ്പോൾ അത്രയും ആളുകളുടെ മനസ്സിനെ ഒരു പ്രത്യേക ബിന്ദുവിലേക്ക് കേന്ദ്രീകരിപ്പിച്ച് ആ ഒരു ശക്തിയെ എന്താ പറയുക, ഒരു ദൈവത്തിന്റെ അടുത്തേക്ക് അത്രയും ആളുകളൊരു പ്രാർത്ഥന ചെല്ലുന്നു, അവിടെ എത്താണ് ഒരു പ്രത്യേക ബിന്ദുവിലേക്ക്. അപ്പോൾ നമുക്ക് കണ്ടമാനം മൈനസുകൾ, നെഗറ്റീവുകൾ ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ ചെറിയ ചെറിയ മൈനസുകൾ, നെഗറ്റീവുകളൊക്കെ ഇതിൽ കൂടി മാറിപ്പോവും എന്നൊരു വിശ്വാസം, ബോധ്യം ഈ ഉള്ളിൽ ഈ വ്യക്തിക്ക് സംഭവിക്കുകയാണ്. അതോടുകൂടി ആൾക്ക് എന്താ, ഇത്രയധികം ആളുകളുടെ ഒരു പ്രയർ, പ്രാർത്ഥന എനിക്കുണ്ട്. അപ്പോൾ ഒരു ഭയങ്കരമായ ഒരു ശക്തി ആ വ്യക്തിയുടെ ഉള്ളിലേക്ക് ലഭിക്കുകയാണ്. അതിൻ്റെ എഫക്റ്റായിട്ട് ഇങ്ങനെ അത്ഭുതങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പലതും സംഭവിക്കുന്നുണ്ടെന്നുള്ളതാണ്. അതും ഇവിടെയും നമ്മുടെ മനസ്സായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ് വരുന്നത്. പിന്നെ ആരും നമ്മൾ ദൈവവിശ്വാസത്തെ തള്ളിപ്പറയുന്നോ അല്ലെങ്കിൽ ദൈവമില്ലാന്നോ അല്ലെങ്കിൽ ദൈവത്തിന് ശക്തി ഇല്ലാന്നല്ല. പക്ഷെ ഇതിന് ബേസായിട്ട് ഒരുക്കുന്നത് ഈ വിശ്വാസമാണ്. നമ്മളിപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്ന ഒരാൾ കാലത്തേറ്റ് കുളിച്ച് വൃത്തിയാക്കി പല ശബരിമല പോകുമ്പോൾ എത്രമാത്രം അവർ അതിനു വേണ്ടി സ്ട്രെയിൻ ചെയ്തിട്ട് വേണം പോകണം. അപ്പം അത്രയും മനസ്സിൻ്റെ ശക്തി അവരിലേക്ക് ആവാഹിക്കുന്നു. ആ ശക്തി കോടാനുകോടി ആളുകളുടെ പവർ അതൊരു ബിന്ദുവിലേക്ക് കേന്ദ്രീകരിച്ച് ഈ വ്യക്തിക്ക് അനുകൂലമായി മാറുന്നു എന്നുള്ളൊരു വിശ്വാസം, ബോധ്യം, അത് അവരുടെ പല പ്രശ്നങ്ങൾക്കും പരിഹരിക്കാനുള്ളൊരു ചാൻസ് ആയിട്ട് മാറുന്നുണ്ട്. അപ്പം ഇത്തരം അവസ്ഥയാണ് സത്യത്തിൽ സംഭവിക്കുന്നതാണ് എനിക്ക് ഇതിനെ പറ്റി മനസ്സിലായുള്ളൂ. പിന്നെ ഞങ്ങളുടെ ബൈബിളിൽ ഇത് പ്രകാരം എന്ന് പറയാം, നമ്മൾ സ്വർഗസ്നായ യേശുവിൻ്റെ നാമത്തിൽ സ്വർഗസ്നായ പിതാവിനോട് എന്ത് ആവശ്യപ്പെട്ടാലും സാധിച്ചു തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ആവശ്യപ്പെട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നടക്കുമെന്നൊരു വിശ്വാസം, ബോധ്യം ഉള്ളിലുണ്ടെന്ന്. യേശുവിൻ്റെ പല അത്ഭുതങ്ങളും വിശ്വസിക്കുന്നവനാണ് ലഭിക്കുന്നത്. അപ്പം നമുക്ക് അങ്ങനെ ലഭിക്കും എന്നുള്ളൊരു വിശ്വാസം, ആ ഒരു പൂർണ്ണമായൊരു ബോധ്യത്തിലുള്ള നമ്മുടെ പ്രയർ, അത് നമ്മുടെ ഉള്ളിലേക്ക് കൊടുക്കുന്ന ഒരു ശക്തി ഉണ്ടെന്ന്. ഒരുപക്ഷെ അവിടെ ദൈവം നമ്മളിൽ നേരിട്ട് നമ്മളിലേക്ക് എഴുന്നള്ളി വന്ന് നമ്മളെ സുഖപ്പെടുത്തി എന്നൊരു ബോധ്യം, വിശ്വാസം, അത് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ അടിത്തട്ടിൽ സംഭവിക്കുന്ന ഒരു ചേഞ്ച്. ഇതുപോലെയുള്ള സംഭവങ്ങളാണ് ഇതിൽ സംഭവിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്.